ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടു കാണുമല്ലോ അല്ലേ? ഒരു പണി കിട്ടി, നല്ല പണി കിട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസമായിരുന്നു. നടുവിന് നമ്മുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടിരിക്കുമായിരുന്നല്ലോ. അതിന് ശേഷം അത് നമ്മൾ വകവെക്കാതെ നടന്നപ്പോഴേ എല്ലാവരും പറഞ്ഞാണ് ഒന്ന് ശ്രദ്ധിച്ചോണേ എന്നൊക്കെ. അത് നമ്മൾ മൈൻഡാക്കിയില്ല. അത് നല്ല ആറ്റമണിയായി. ഈ നടുവിന് നല്ല നീരൊക്കെ വീണിട്ടുണ്ട്. ഈ ഓട്ടപ്പാച്ചിലിടക്ക് നമുക്ക് നമ്മുടെ ശരീരം ശ്രദ്ധിക്കാനുള്ള നേരമില്ലല്ലോ. അതായിരുന്നു സത്യാവസ്ഥ. എന്തായാലും അതിന് മുന്നേ ഉള്ള നല്ല നെട്ടോട്ടം പിടിച്ചൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു വെക്കാം. അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ രാത്രി തന്നെ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വെള്ള ജീരകവും പട്ടയും തുളസിയൊക്കെ കൂടി ഇട്ട് തിളപ്പിച്ച് അതും വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ മോന് മദ്രസ പരീക്ഷയുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ പോകണം, ചെറിയവനെ സ്കൂളിൽ വിടണം. എന്നിട്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങളുള്ള ദിവസമായിരുന്നു. അങ്ങനെ അപ്പവും മുട്ടക്കറിയാണ്. അപ്പം മുട്ട രാവിലെ കഴുകിയെടുത്ത് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജ് തുറന്നിട്ട് മുട്ട എടുത്തതിന് ശേഷം അത് മറന്നുപോയി. അതാണ് സത്യാവസ്ഥ. അതങ്ങനെ തുറന്നു മലന്ന് കിടക്കുകയാണ്. അപ്പോൾ ചെറിയവൻ അവരുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അടയ്ക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ മുട്ട തിരിച്ച് വെക്കാൻ പോകുമ്പോഴാണ് ഓർക്കുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കണ്ടത് തന്നെ. അങ്ങനെ മുട്ട അടുപ്പത്ത് വെച്ച് അപ്പോൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് അന്നത് അപ്പോൾ ഇഡ്ഡലിക്കാനുള്ള ദിവസം നമുക്ക് പെട്ടെന്ന് പരിപാടി തീരുമല്ലോ. അതിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചതാണ്. അപ്പോൾ അതേ മുട്ട ഏകദേശമായി. സാധാരണ ഞാൻ വെള്ളം തിളപ്പിക്കാനിട്ടിട്ട് അതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇന്ന് ടൈം ഇല്ലാത്തത് കൊണ്ട് പുഴുങ്ങിയെടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഒറ്റ വിസിൽ അത് മാത്രമല്ല, ആ ഒറ്റ ഷുറെന്ന് പറഞ്ഞൊരു അടി വരാൻ നേരം നേരെ പോയി ഓഫ് ചെയ്തേക്കും. പിന്നെ കുക്കറിൽ തന്നെയാണ് കേട്ടോ മുട്ടക്കറി ആക്കിയത്. അപ്പോൾ നമ്മുടെ അരച്ചുള്ള മുട്ടക്കറിയല്ല, സാധാ മുട്ടക്കറി, സവാളക്കറിയാണ് വെക്കുന്നത്. അതിനുശേഷം നമ്മുടെ അത് പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം പിള്ളേരെ ഉണർത്താനും. അപ്പോൾ അതിന് ശേഷം വെള്ളം എടുത്ത് കുടിക്കാൻ കരുതി. ആ നേരാകുമ്പോഴത്തേക്കും വെള്ളം ജസ്റ്റ് ഒന്ന് ആറും. നല്ല ആശ്വാസമാണ് കേട്ടോ ഒരു ചെറു ചൂടോടുകൂടി രാവിലെ ആ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ചാണ് എൻ്റെ ഗ്ലാസ്. 2, 3, 4 ഗ്ലാസ്സൊക്കെയാണ് ഈ ഡയറ്റിൻ്റെ സമയത്ത് പൊട്ടി തീർന്നത്. കുപ്പി ഗ്ലാസ് ആയതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും എടുത്ത് കുടിച്ചിട്ട് വെക്കും. അതിൽ ചെറിയവൻ വന്ന് വീണ്ടും എടുത്ത് കുടിക്കും. അവൻ എവിടെയെങ്കിലും ഇടിച്ചു പൊട്ടിക്കും. അങ്ങനെയാണ് എൻ്റെ ഗ്ലാസ് എല്ലാം പൊട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ വെയിങ് മെഷീനും. സൈക്കിൾ കയറ്റിയാണ് എൻ്റെ വെയിങ് മെഷീൻ പൊട്ടിച്ചത്. ഇപ്പോഴത്തെ പിന്നെ ഞാൻ ഒളിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ അതേ അപ്പം മുട്ടക്കറി സെറ്റായി. അപ്പം സച്ചാക്കി ഇങ്ങനെ കൊടുത്തു വിടുന്നതാണ് കേട്ടോ ഇഷ്ടം. അവന് കറി സെപ്പറേറ്റ് വെക്കുന്നതിലും ഇഷ്ടമാണ്. കാര്യം അത് ആ കുതിർത്തി കഴിക്കാനായിട്ട്. പണ്ട് ഞാനും ഇങ്ങനെ ആയിരുന്നു. അങ്ങനെ അതും എടുത്ത് വെച്ച് പിന്നെ ഇത് എൻ്റെ ജീരകവെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇക്കാക്കളെ ചായ ഇട്ട് അതിന് ശേഷം എൻ്റെ ഗ്രീൻ ടീയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഇതാണ് പതിവ്. എപ്പോഴും ഇല്ല, സമയം കിട്ടുവാണെങ്കിൽ മാത്രമാണ് കേട്ടോ. ഒരു ഗ്ലാസ് ജീരകവെള്ളം എടുക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചിയാ സീഡ്, ഇല്ലെങ്കിൽ ഇത്. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ഡയറ്റ് പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ വീഡിയോ വേണോ ചെറിയ വീഡിയോ വേണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നമ്മുടെ ഡയറ്റ് പ്ലാനാണ് തയ്യാറായിരിക്കുന്നത്. അങ്ങനെ ചായ വിത്തൗട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും. ഇവിടെ പഞ്ചസാരയുടെ ഉപയോഗം ചില സമയം ചെറിയവന് മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതല്ലേ നമ്മുടെ പനങ്കൽക്കണ്ടത്തിൻ്റെ പൊടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അവന് കൊടുക്കുന്നത്. അങ്ങനെ ദിക്കാക്കും ചായ കൊണ്ട് കൊടുത്തു. ഞാൻ എൻ്റെ ഗ്രീൻ ടീ ആയിട്ട് പോയിരുന്നു കുറച്ച് നേരം. അപ്പോൾ ചെറിയ വണ്ടിക്കകത്ത് ഇപ്പം മൊത്തവും പലചരക്ക് കടയേക്കാളും കഷ്ടമായിട്ട് സാധനങ്ങളെല്ലാം ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ ആ ഒരു ആവേശം കൈ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പോയി കേട്ടോ. അങ്ങനെ അപ്പം ചുട്ടെടുക്കാമെന്ന് കരുതി രാവിലെ. അതെല്ലാം വരാം. അപ്പം ആ ചൂടോടുകൂടി അപ്പം ഉണ്ടാക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ വരുന്നവർക്ക് അന്നേരം ചുട്ട് കൊടുക്കണം. ചുട്ട് വെക്കാനൊന്നും പറ്റില്ല. അതാണ് എല്ലാവർക്കും ഇഷ്ടം, ചൂടോടുകൂടി കഴിക്കാനായിട്ട്. അങ്ങനെ അപ്പവും മുട്ടക്കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് കൊണ്ട് കൊടുക്കുകയാണ്. താറാമുട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്. കാര്യം കോഴിമുട്ട എപ്പോഴും നമുക്ക് കോഴിമുട്ട കഴിക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു കാലാവസ്ഥയിലും കൂടെ വ്യത്യാസമുള്ള നമ്മുടെ ചൂടായതുകൊണ്ട് വയറ്റിൽ നിന്ന് പോകാനും കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ താറാമുട്ട ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വിഷയമില്ല. അവനത് ചെറിയവനെ ഒരുക്കി. അപ്പം ഞാൻ റെഡി ആവാനായിട്ട് നിൽക്കുന്ന നേരത്തിന് ബ്രദറാണ് കേട്ടോ ഇപ്പോൾ അവനെ കൊണ്ടുപോകണത്. അപ്പോൾ ഞാൻ റെഡിയായി നിന്നിട്ട് പുതിയ ചുരിദാറാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കടയിൽ ഡിസ്പ്ലേ കിടക്കുന്ന കണ്ടിട്ട് എടുത്തതാണ്. കോട്ടനാണ്, വലിയ വിലയൊന്നുമില്ല. അങ്ങനെ അത് സ്മൂത്തിയും കുഴിച്ചിട്ട് നമ്മുടെ നേരെ കമ്പനിയിലേക്ക് പോയി. അപ്പോൾ കമ്പനിയിൽ പോയപ്പോഴേക്കും വേറെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ ആയിട്ടുള്ള പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ മസാല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡെയിലി പൊടിക്കുന്നതാണ് കേട്ടോ. ഡെയിലി ഓരോ ബാച്ച് കയറുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ലൊരു ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവർക്കും നമ്മുടെ നാത്തൂൻസിൻ്റെ ഡയറ്റ് മിക്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ഓടി വരാം കേട്ടോ. അങ്ങനെ കമ്പനി കയറി അടുത്ത പരിപാടിക്കായിട്ട് ഇറങ്ങി. അപ്പോൾ പോണ വഴി നല്ല ദാഹം. അപ്പോൾ ഇവിടെ ഈ ഒരു ചൂട് സമയത്ത് എനിക്ക് വന്ന എല്ലാ സ്ഥലങ്ങളിലും കാണും പൊട്ടുവെള്ളരി തണ്ണിമത്തനും ഒക്കെ. അപ്പോൾ പൊട്ടുവെള്ളരി കുടിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അവർ മധുരം ഇല്ലാതെയും മധുരം ഉള്ളതും അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മധുരം ഇല്ലാത്തതാണ് ഞങ്ങൾ പോയി കുടിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് പോയി നേരെ മോനെയും വിളിച്ച്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ അറിയാമല്ലോ, ഇന്ന് രാവിലെ നെട്ടോട്ടം തുടങ്ങിയതുകൊണ്ട് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് വിളിച്ചിരുന്നു. അപ്പം നോമ്പല്ലേ വരുന്നത്. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് മന്തി കഴിക്കാം.
ഒത്തിരി ദിവസമായി കഴിച്ചിട്ട്. അങ്ങനെ അതും കഴിച്ച് പിന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സ്മൂത്തി അടിക്കാനുള്ളതും പുതിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം നോമ്പിൻ്റെ പാർട്ട് നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവരണമല്ലോ. അങ്ങനെ യോഗട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സറ്റായ്ക്കും അതുപോലെ തന്നെ ചെറിയവനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെറിയവൻ താഴെ വന്ന് നിന്നൊരു യോഗട്ടും കൊണ്ട് പോയി. പിന്നെ എല്ലാവരും പേരൊക്കെ കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. നല്ല ഈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രോട്ടീനുള്ളതും അത് ചീപ്പ് റേറ്റിൽ നമുക്ക് അവക്കാഡോ ഒക്കെ എപ്പോഴും വാങ്ങിക്കാൻ നടക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ വാങ്ങിക്കാൻ പറ്റിയതാണ്, അത് വാങ്ങിച്ച് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ചെറിയവന് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. പിന്നെ നമുക്ക് സ്മൂത്തി അടിക്കുമ്പോഴത്തേക്ക് അതിലൊരെണ്ണം ഇടാമല്ലോ. അങ്ങനെ സ്ട്രോബെറി ഇപ്പോൾ സ്ട്രോബെറിയുടെയൊക്കെ സീസണാണല്ലോ. അതുപോലെ തന്നെ മാങ്ങയുടെ ആ മണം അടിക്കുമ്പോൾ തന്നെ ആഹാ എന്താ ഒരു ടേസ്റ്റ്. പിന്നെ സീസണൽ ഫ്രൂട്ടാണ്, നമുക്ക് എപ്പോഴും ഒന്നും കഴിക്കാറില്ല, കിട്ടത്തുമില്ല. പിന്നെ വല്ലപ്പോഴും മാത്രം കഴിക്കുക, ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്കും അതുപോലെ തന്നെ ചപ്പാത്തി വാങ്ങിച്ചിട്ടാണ് വന്നത്. ഒരു ഹോം മെയ്ഡ് തന്നെയാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവിടെ നിന്ന് ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്ന് അപ്പം മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നല്ലേ അന്നത്തെ, അതൊക്കെ ആയിട്ട് രാത്രിയിലത്തെ പരിപാടിയും സെറ്റാക്കി. അപ്പോൾ ഇക്കാക്ക് സ്മൂത്തിയേക്കാളും ഇഷ്ടം സത്യം പറഞ്ഞാൽ ചപ്പാത്തിയൊക്കെ. പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സ്മൂത്തിയിലൊന്നും ഒതുങ്ങൂല കേട്ടോ അവർ. അതുകൊണ്ടാണ് നമ്മൾ ലേഡീസ് ഓൺലി മാത്രമാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇക്കാക്കുള്ള ചപ്പാത്തിയും കൊടുത്ത് എനിക്കും മോനിക്കും സ്മൂത്തി, അവന് സ്മൂത്തിയാണ് കുടിക്കാൻ ഇഷ്ടം. അങ്ങനെ അതും എടുത്ത് വെച്ചിട്ട് പിന്നെ നാളത്തൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള പുതിയ പരീക്ഷണവുമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്മൂത്തി അടിച്ച് കുടിച്ച് ഒരു മാക്സിമം 7:30-8 7:30ക്ക് തീർക്കുന്നതായിരിക്കും നല്ലത്. ഡിന്നർ എത്രത്തോളം നേരത്തെ ക്ലോസ് ചെയ്യാവോ അത്രയും നല്ലതാണ്. പിന്നെ രാവിലത്തേക്കുള്ള ചിയാ സീഡ് നമ്മുടെ പാലിൽ ലോ ഫാറ്റ് മിൽക്കിലൊഴിച്ച് നമ്മൾ ഫ്രീസറിലും വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ പുതിയ പരീക്ഷണത്തിനേക്കുള്ളതാണ്. അപ്പം പല കാര്യങ്ങളും മാറി മറിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. അപ്പോൾ ടാറ്റ ബൈ സി യു. മറക്കരുത് നമ്മുടെ നോമ്പിൻ്റെ ഡയറ്റ് പ്ലാൻ. ചെറിയ വീഡിയോ വേണോ വലിയ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ടാറ്റ ബൈ സി യു. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് ടാറ്റാ.